മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ട്രെയിൻ ഓട്ടോയിലിടിച്ച അപകടം. വർക്കല അകത്തുമുറിയിലാണ് സംഭവം. ഓട്ടോ നിയന്ത്രണം തെറ്റി പ്ലാറ്റ്ഫോമിലേക്ക് കയറിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. സഫാൻ VP വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഇത് എങ്ങനെയാണ് ഈ ഓട്ടോയിൽ ട്രെയിൻ ഇടിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? അമൃത, കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിന് വർക്കലക്കടുത്ത് അകത്തുമുറിയിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നത്. ഓട്ടോയിലേക്ക് ഈ വന്ദേ ഭാരത് ഇടിച്ചു കയറുകയായിരുന്നു. ഓട്ടോ എങ്ങനെയാണ് ട്രാക്കിലേക്ക് കയറിയത് എന്നും റെയിൽവേ അധികൃതരോട് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി ലഭിക്കുന്നില്ല. ഏതായാലും ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആളും ഓടി മാറുകയായിരുന്നു. ഇദ്ദേഹത്തെ ലഭിച്ചാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. അയാൾക്ക് പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നും ഇയാൾ ഈ ട്രെയിൻ വന്ന ഉടനെ തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. റോഡിൽ നിന്നും വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അപകടത്തിൽ ഏതായാലും ആർക്കും പരിക്കേറ്റിട്ടില്ല. ഈ ട്രാക്കിൽ നിന്ന് ഓട്ടോറിക്ഷ മാറ്റിയ ഉടനെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം മുമ്പ് ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഓട്ടോയിൽ ഡ്രൈവർ മാത്രമാണോ സഫാൻ ഉണ്ടായിരുന്നത്? ഈ റെയിൽവേ അധികൃതരുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഓട്ടോയിൽ ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് റെയിൽവേ അധികൃതരുമായിട്ടും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും സംസാരിക്കുമ്പോൾ ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾ ഓടി മറിയുന്നതും മറ്റൊക്കെ ചില ഉദ്യോഗസ്ഥർ കണ്ടിരുന്നെങ്കിലും ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ എങ്ങനെയാണ് ഈ ട്രാക്കിലേക്ക് ഈ വാഹനം വന്നത്, അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, എങ്ങനെയാണ് അപകടം വന്നത് എന്നൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥരൊന്നും ഇത് കണ്ടില്ല അല്ലെങ്കിൽ ഇത് അറിഞ്ഞില്ല എന്നാണോ? ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം, പ്രാഥമികമായിട്ടുള്ള വിവരം അനുസരിച്ച് ഇദ്ദേഹം ഓടി മാറുകയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം നൽകുന്നത്. ഏതായാലും ഇതൊരു റെയിൽവേ സ്റ്റേഷനോട് അടുത്ത സ്ഥലമല്ല. അതാണ് ഈ ഒരു ട്രാക്കിനോട്, വിജനമായ ട്രാക്കിനോട് അടുത്ത സ്ഥലമായതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ആളുകൾക്ക് ഈ വിവരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാത്തതും ഇദ്ദേഹം ഓടി രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വർക്കലക്ക് അടുത്ത അകത്തുമുറിയിലാണ്, ഈ റെയിൽവേ പാളത്തിനടുത്താണ് ഈ ട്രെയിനിന് സമീപത്ത് ഇത്തരത്തിൽ ഓട്ടോ വരികയും പെട്ടെന്ന് തന്നെ ലോക്കോ പൈലറ്റ് ഈ ട്രെയിനിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഓട്ടോയിൽ ഇടിച്ച് ഒരു അപകടം ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിവരങ്ങളാണ് അമൃത ലഭ്യമാകുന്നത്. ഏതായാലും ഈ ഡ്രൈവറെ കണ്ടെത്തിയാൽ മാത്രമേ എങ്ങനെയാണ് ഈ ഇതിലേക്ക് ഈ വാഹനം ഇവിടെ എത്തിയത്, അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ അമൃത. ഇത് ഈ ഓട്ടോ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഡ്രൈവർ ആരാണ് എന്നൊക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ടാകില്ലേ? ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ സഫാൻ? അല്പം മുമ്പാണ് അമൃത ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം തന്നെ ഓട്ടോ അവിടുന്ന് മാറ്റുകയും ട്രെയിൻ പുറപ്പെടാനുള്ള നടപടിക്രമങ്ങളാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും ഭാഗത്ത് ഉണ്ടാകുന്നത്. അല്പം മുമ്പ് തന്നെ ട്രെയിൻ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമൃത.